ഈ കുടുംബം ഇന്നലെ അണക്കരയിൽ നിന്ന് ഇവിടെ ധ്യാനത്തിന് വേണ്ടി വന്നതാണ്. അതിന് വരാനൊരു കാരണമുണ്ട്. ഈ മകൾക്ക് എത്ര വർഷമായി? 6.5 വർഷമായിട്ട് ഈ വലത് കൈ ഊരിപ്പോകുന്ന ഒരു വലിയ പ്രയാസമുണ്ട്. അതേക്കുറിച്ച് അവൾ പറയും. അതാണ് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ഇന്നലകളിൽ അവൻ ചെയ്ത അത്ഭുതങ്ങൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇന്നും നടക്കും. യേശുക്രിസ്തു പാപത്തെ, സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം മഹത്വപൂർണനായിട്ട് ഉയർത്തിനിറ്റു. എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തിനിട്ട് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു മഹത്വപൂർണമായിട്ട് ഇന്നും നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നു. അവന് മാറ്റമില്ല. മാറ്റമില്ലാത്തവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നലെ ഈ മകൾക്ക് വേണ്ടി ചെയ്ത ഒരത്ഭുത പ്രവൃത്തി നമുക്ക് ഇപ്പോൾ കേൾക്കാം. വലിയ ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് നമിത എൽസ വർഗീസ്. ഞാൻ അണക്കര ഹൈ റേഞ്ചിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നലെ ഈ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ്, കൺവെൻഷൻ കൂടാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് 6.5 വർഷമായിട്ട് എൻ്റെ ഈ വലത്ത് ഷോൾഡർ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ലൊക്കേറ്റ് ആവുമായിരുന്നു. എൻ്റെ ഈ ലിഗമെൻ്റ്, ഇവിടുത്തെ ലിഗമെൻറ്റിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച തന്നെ 3 പ്രാവശ്യം എൻ്റെ കൈ ഇറങ്ങിപ്പോയി. ഞാൻ അണക്കര, അപ്പോൾ മൂവാറ്റുപുഴയാണ് പഠിക്കുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ വീട് വരെ എപ്പോഴും പോകണം. ഈ കൈ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും മൂവാറ്റുപുഴയിൽ നിന്ന് അവിടം വരെ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ വേദന സഹിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് വരെ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നെ ഒന്ന് കൊന്നു തരാമോ എന്ന് വരെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേദനയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് എഴുതാൻ പറ്റത്തില്ല. പരീക്ഷകളൊന്നും എഴുതി തീർക്കാൻ പറ്റുന്നില്ല. ഊരിപ്പോവും. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഊരിപ്പോവും. ഞാനത് പരീക്ഷ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. പോകാത്ത ആശുപത്രികളില്ല. എല്ലായിടത്തും ചെന്നിട്ടും ഈ ലിഗമെൻ്റ് ടിയർ ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ എന്നോട് പറഞ്ഞു തലയുടെ മുകളിലോട്ട് പിന്നെ കൈ പൊക്കിയുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇന്നലെ വന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങൻ്റെ പിതാവ്, അപ്പോൾ പിതാവിന് മക്കളെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയല്ലോ. നമ്മുടെ സ്വന്തം അപ്പനെ പോലെ തന്നെയല്ലേ ദൈവം നമ്മളെ നോക്കിക്കാണുന്നത്. അപ്പം നമ്മളെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയല്ല. അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞു തന്നെയാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് ഇവിടുന്ന് സൗഖ്യം കിട്ടിയിട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുപോലെ ഭയങ്കര ദയനീയാവസ്ഥയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് കൈപൊക്കി ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ ചിലപ്പം ഡെയിലി ക്ലാസ് കൂടുമായിരിക്കും. കൂടിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് പോലും എഴുതത്തില്ല. അപ്പത്തേനും ഞാൻ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കും, ഇത് ഇങ്ങനെ ഒരുപാട് ഇറങ്ങിയാണോ ഇരിക്കുന്നത് മറ്റേ ഷോൾഡറിനേക്കാളും? അപ്പോൾ പറയും, ഒരുപാട് ഇറങ്ങിപ്പോൾ. എന്നിട്ട് ഫോട്ടോ എടുത്ത് നോക്കും. ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഇത് ഒരുപാട് താന്നിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ബാഗ് എടുത്ത് വീട്ടിൽ പോവുക. അതുപോലെ ഗതികെട്ട ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ദൈവം ഇന്നലെ എനിക്ക് ഇവിടെ ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്തോ ഭാരം ഇറങ്ങി വെച്ച പോലെ ഒരു ഭയങ്കര ലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇന്നലെ ഈ കുട്ടി എന്നോട് പറഞ്ഞ നിമിഷത്തിന് ഞാൻ എൻ്റെ കൈകിടും തട്ടി എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇനി കൈ ഊരത്തില്ല എന്ന് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കലും ഈ കൈ ഇനി ഊരത്തില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? അതെ. കൈ കറക്കിക്ക്, അങ്ങോട്ട് കാണിച്ച്, അവരെ കാണിച്ച്, തിരിച്ചു കറക്കിക്ക്. ഒന്ന് ഇടിച്ചൊക്കെ കാണിച്ച്. ഇങ്ങനെ നേരത്തെ ഇടിക്കാമായിരുന്നു. ഇങ്ങനെ നേരത്തെ ചെയ്താൽ കൈ ഇറങ്ങിപ്പോവായിരുന്നു. ഒന്നും ചെയ്യത്തില്ല. ഒരു ഭാരം പോലും എടുക്കത്തില്ല. സ്വന്തം ബാഗ് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ കോളേജിൽ. ഞാൻ അതുപോലെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, കുറേ കരഞ്ഞിട്ടുണ്ട്. 6.5 വർഷമായി അല്ലേ? 6.5 വർഷമായിട്ട് നിരന്തരം ഊരിപ്പോകുന്ന ഈ കൈ ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. പല ആശുപത്രികളിൽ കയറി ഇറങ്ങിയതല്ലേ? വെല്ലൂര് പോയിട്ടുണ്ട്, കോലഞ്ചേരി പോയിട്ടുണ്ട്, ഇവിടെ കാരിത്താസിൽ പോയിട്ടുണ്ട്. പോകാത്ത അമൃതയിൽ പോയി. ചെന്ന ആശുപത്രിയിലൊക്കെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഈ കൈ ഓപ്പറേഷൻ ചെയ്യുക. പക്ഷെ യേശു തൊട്ടാൽ പിന്നെ ഓപ്പറേഷൻ വേണ്ട. യേശു തൊടും. അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. യേശു 2000 വർഷം മുമ്പ് ചെയ്ത അതേ അത്ഭുതങ്ങളും രോഗശാന്തികളും ഇന്നും നടക്കും. കാരണം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവൻ എല്ലാറ്റിൻ്റെയും നിയന്താവാണ്. അവൻ രാജാതിരാജനാണ്. അവൻ ഇവിടെയുണ്ട്. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. അവൻ്റെ മുറിവിലൂടെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകും. ഈ മകൾക്ക് നൽകിയ അത്ഭുത രോഗശാന്തി ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി. എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. 6.5 വർഷമായിട്ട് എൻ്റെ കൊച്ചനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത വേദനയായിരുന്നു.
എല്ലാത്തിനും ഒത്തിരി ഒത്തിരി ദൈവത്തിന് നന്ദി, ബ്രദറിന് നന്ദി. ഇവിടെ വന്ന് എത്തിച്ച ദൈവം തമ്പുരാന് 1000 കോടാനുകോടി നന്ദി. ഈശോ ആണ് സൗഖ്യം നൽകിയത്. ഈശോയ്ക്കാണ് മഹത്വം.